പറയേണ്ട പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് ക്രോഡീകരിച്ചിട്ട് ഒന്നും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ എന്തൊക്കെയാണ് ട്രാൻസ്ജെൻഡർ ഹെൽത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന പലതരം പോളിസികൾ, പ്രത്യേകിച്ചും WHO മാതിരിയുള്ള പിന്നെ അന്താരാഷ്ട്ര ബോഡികളുടെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിന് സമാനമായിട്ട് കാണാം. ചില കാര്യങ്ങളിൽ ചില വ്യത്യാസം ഉണ്ടാവും. ചിലത് നമ്മൾ അതേ കാര്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത്, പക്ഷെ അത് ഉറപ്പിച്ച് പറയുന്നതിനകത്ത് ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഉണ്ടാകും. ഇങ്ങനെയുള്ള പല സമാനതകളും വ്യത്യസ്തതകളും ഒക്കെ നമുക്ക് കാണാം. അപ്പം തന്നെ നമ്മൾ ഇപ്പം നമുക്ക് ഒരു ഈ സർജറീനെ കുറിച്ചിട്ടും ജെൻഡർ എഫർമേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും അല്ലേ. പിന്നെ ജെൻഡർ എഫർമേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്നല്ല നമ്മൾ ഇന്ന് മുഴുവൻ കേട്ടിട്ടുള്ളത്. നമ്മൾ SRS എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം നേരത്തെ തന്നെ ടെർമിനോളജീനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നല്ലോ. ഇപ്പം അനന്യയുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ആ ഫാക്ട് ഫൈൻഡിങ്ങിനകത്ത് ഈ ഒരു ടെർമിനോളജീനെ കുറിച്ചിട്ടുള്ള ചർച്ച കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ടെർമിനോളജിയാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഈ പിന്നെ അത് ഒരു ജെൻഡർ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുമ്പം അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുള്ള മാതിരിയാണ്. ഇപ്പോൾ ഉള്ള ജെൻഡറിനകത്ത് നിന്ന് വേറെ ജെൻഡറിനെ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണോ, അല്ല ജെൻഡറിനെ നമ്മൾ എഫേം ചെയ്യുകയാണോ, നമ്മൾ എന്താണോ നമ്മൾ ആ ജെൻഡറിൽ തന്നെ ആയിരിക്കുമ്പം ആ ജെൻഡറിനെ മറ്റുള്ളവർ അംഗീകരിക്കുകയും നമ്മുടെ തന്നെ മാനസികമായിട്ടുള്ള ഡിസയേഴ്സിനനുസരിച്ചിട്ട് അതിനെ അഫേം ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ല ട്രാൻസ്ഫോം ചെയ്യുകയാണോ ചെയ്യുന്നത്. അത് സർജറി മാത്രമാണോ, അതിനകത്ത് പലതരം പ്രൊസീജിയേഴ്സ് ഇല്ലേ, പിന്നെ എന്തിനാണ് ഈ സർജറിക്ക് ഇത്രയേറെ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഹോസ്പിറ്റലും പിന്നെ ഹെൽത്ത് കെയർ സിസ്റ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആകുമ്പം തന്നെ അതിന് മാത്രം ഊന്നൽ കൊടുക്കുന്ന ഒരു മോഡൽ, ഒരു മെഡിക്കൽ മോഡലിന് മുന്നോട്ടേക്ക് വെക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ധാരാളം ചർച്ചകൾ നടക്കുന്നത്. അപ്പം ടെർമിനോളജികളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെർമിനോളജികൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് പല പുതിയ പോളിസികളും നിയമങ്ങളും. ഇപ്പോൾ ടെർമിനോളജി മാറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കൂടിയാണല്ലോ. ഇപ്പം ആരോഗ്യത്തിൻ്റെ കാര്യത്തിനകത്തും അത് തന്നെയാണ്. എന്താണ് ആരോഗ്യം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് പല പ്രാവശ്യത്തിൽ ഇൻ്റർനാഷണലും നാഷണലുമായിട്ടുള്ള പലതരം പിന്നെ എൻറ്റിറ്റീസ് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ആരോഗ്യം എല്ലാവരുടെയും അവകാശമാണ്, ആരോഗ്യം ഒരു റൈറ്റാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഇന്ന് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആരോഗ്യം ഒരു റൈറ്റായിട്ട് മാറുന്നതിനും അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിനകത്ത് എനിക്ക് തോന്നുന്നു ക്യൂർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുണ്ട്. ഇപ്പം HIV പ്രിവെൻഷൻ, എയ്ഡ്സ് പ്രിവെൻഷൻ്റെ ഒരു കാലത്തിൽ പറയുകയാണെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ HIV എയ്ഡ്സിൻ്റെ എമർജൻസ്, ആ ഒരു പ്രിവെൻഷൻ വർക്കിൻ്റെ ഒരു എമർജൻസ് കാലത്ത് അധികമായിട്ടും ഗേ ആയിട്ടുള്ള പുരുഷന്മാരെ കുറ്റവാളികളാക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത്. പിന്നീട് ആ മോഡലുകളൊക്കെ വളരെയേറെ മാറിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻസ് തുടങ്ങുന്നതുകൊണ്ടാണ്, നിങ്ങളുടെ ജീവിതശൈലി കൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഡോക്ടറൊക്കെ പറഞ്ഞ മാതിരി ഡോക്ടർമാരുടെ ഇടയിലുള്ള ബയസ്, മെൻ്റൽ ഹെൽത്ത് സിസ്റ്റത്തിനകത്തുള്ള ബയസ്, ഇതൊക്കെ പലതരത്തിൽ പിന്നെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇതിനായിട്ട് തുറക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എയ്ഡ്സ് ഉണ്ടായിരുന്ന തങ്ങളുടെ പങ്കാളികളായിരിക്കും, ചിലപ്പോൾ പാർട്ട്നേഴ്സായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിരിക്കും. ഷാക്കിയ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലേക്കാണ് ഫോൾ ഡൗൺ ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയാണ് അതിനെ താങ്ങി നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ആയിരുന്നു പിന്നെ ഇവരെ വിട്ടിട്ടും നിങ്ങൾ പറയുന്നത് ഈ ആരോഗ്യം അനാരോഗ്യം പ്രാക്ടീസസ് എന്നൊക്കെ അപ്പുറത്ത് എന്ത് തരം പ്രാക്ടീസസ് ആണെങ്കിലും ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടും കൂടെ കിട്ടിയതാണ് ആരോഗ്യം ഒരു അവകാശമാണ് എന്നുള്ള ഒരു പിന്നെ ആ ഒരു റൈറ്റ്, അങ്ങനത്തെ ഒരു കോൺഷ്യസ്നെസ് ഒരു പോളിസി മേക്കേഴ്സിൻ്റെ തലത്തിലാണെങ്കിലും സമൂഹത്തിൻ്റെ തലത്തിലാണെങ്കിലും. അപ്പോൾ ഇപ്പം ഡോക്ടർ പറഞ്ഞു വാഴയ്ക്ക് പിന്നെ വെള്ളം ഒഴിച്ചാൽ ചീരയ്ക്കും കൂടെ കിട്ടുമല്ലോ എന്നുള്ള. ആരോഗ്യം ഒരു റൈറ്റ് ആയപ്പം അത് ക്യൂർ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു അവകാശമായിട്ട് അത് മാറിയല്ലേ. അപ്പം അതേമാതിരി തന്നെയാണ് പല ആൾക്കാരുടെയും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ പരസ്പരം ബന്ധിതമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം
പിന്നെ ഈ പ്രോട്ടോക്കോൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു മീറ്റിംഗ് ഇവിടെ IMGയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആ കമ്മ്യൂണിറ്റിയിലുള്ള പലരും വന്നിട്ട് ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പലതും അവിടെ പങ്കുവെക്കുകയും പിന്നെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് പറയുകയും ചെയ്തു. അപ്പം അതിനകത്ത് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പിന്നെ ഒരു ചർച്ച എനിക്ക് തോന്നിയത്, അതിനകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന മാതിരി തന്നെ ഓർഗാസം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഡോക്ടർമാർക്ക് ഉറപ്പ് തരാൻ പറ്റുമോ, എൻ്റെ ഒരു സെക്ഷൽ പ്ലഷർ ഡിമിനിഷ് ചെയ്യാതെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പം ഈ സ്ത്രീകളാരും ഇതുവരെ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ കാലമായിട്ട് അത് വളരെ പ്രധാനമാണ്, ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. എന്നാലും അതിനകത്ത് ഈ കുടുംബാസൂത്രണം, മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരു മോഡലിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലഷർ എന്ന് പറയുന്നത് എൻ്റെ ഒരു അവകാശമാണ്, എൻ്റെ ഡിസയർ എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. അതിനുള്ളൊരു സ്പേസും കൂടെ ആരോഗ്യ രംഗത്ത് വേണമെന്നുള്ളത് ഒരാൾ ഉറച്ചിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, എൻ്റെ ആ പ്ലഷർ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അതൊരു പുതിയ തുറവിയാണ്. ഈ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ നടക്കാൻ എന്നുള്ളത്. അത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് അന്ന് അത് അനുഭവപ്പെട്ടത്. ഈ ട്രാൻസ്ജെൻഡർ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു പ്രദേശത്തെ വികസനത്തിന് കണക്കാക്കുന്നത് പലപ്പോഴും ആയുർദൈർഘ്യം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ്. ഒരു പ്രദേശത്തെ ആൾക്കാർ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനകത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററിൽ ഒന്നാണ്. പക്ഷേ ലോകത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്ന പഠനങ്ങളിൽ കാണുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആയുർദൈർഘ്യം മറ്റ് ജനറൽ പോപ്പുലേഷൻ്റെ ആയുർദൈർഘ്യത്തിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണെന്നുള്ള പല പഠനങ്ങളും പല സ്ഥലത്തും പിന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ ഇത്തരം പഠനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. കാരണം പിന്നെ ഒരു ലോഞ്ചിവിറ്റി ജീവിതകാലത്ത് ഒരു 10-20 വർഷം ഓരോ വ്യക്തികളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ, ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് നടക്കേണ്ട പഠനങ്ങൾ, അത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിൻ്റെ കാര്യത്തിനകത്ത് ഇതുവരെ ഇല്ല. ഇപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ജെൻഡർ അഫർമേറ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇഷ്യൂസ് ആണെങ്കിലും മെഡിക്കൽ സിസ്റ്റം റെസ്പോൺസീവ് അല്ലാത്തത്, അതിനകത്തുണ്ടാവുന്ന ബയസ് ഒക്കെ എങ്ങനെയാണ് ഒരു ട്രാൻസ് പേഴ്സണിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അതല്ല, ലോകത്ത് പല സ്ഥലത്ത് നടന്ന പഠനങ്ങൾ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രി ഗവേണൻസ് നെക്സസ് എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെയേറെ രൂക്ഷമായിട്ടാണ്. അതിനകത്ത് പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, അത് കേരളത്തിൽ മാത്രമുള്ളൊരു കാര്യമല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തും തന്നെ അത്തരമൊരു അവസ്ഥാവിശേഷം ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പം ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾ പലതരത്തിലുള്ള പിന്നെ ചാലഞ്ചസിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാലഞ്ചസാണ് ഒന്ന്, എന്താണ് ട്രാൻസ്ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന്, പിന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇന്നലെ ഉണ്ടായിരുന്നതായിരിക്കില്ല ഇന്ന് ഉണ്ടാവുന്നത്, നാളെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഹെൽത്ത് കെയർ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും അതിനനുസരിച്ച് ആ ഹെൽത്ത് കെയർ സിസ്റ്റം, ഡോക്ടറൊക്കെ പറയുന്നത് ഇപ്പോഴുള്ള ആവശ്യങ്ങൾ തന്നെ വേണ്ടത്ര മനസ്സിലാക്കുകയും അതിന് ട്രെയിൻ ചെയ്യുകയും അത് അഡ്രസ്സ് ചെയ്യുകയും ചെയ്യപ്പെടാത്തൊരു സ്ഥലത്താണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെ കുറിച്ചിട്ടുള്ള പിന്നെ പഠനങ്ങൾ നടക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ആവശ്യങ്ങൾ പോലും വെളിവായി വന്നത് എങ്ങനെയാണ്? എത്രയോ കാലം നിരന്തരമായിട്ട് അഡ്വക്കസിയും സമരങ്ങളും ഗവൺമെൻറ്റിന് മുന്നിലുള്ള റിപ്പോർട്ടുകളും പിന്നെ ഒക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അഡ്വക്കസീനെ കുറിച്ചിട്ടൊക്കെ അടുത്ത സെഷനിൽ അവർ കാര്യമായിട്ട് പറയും, കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുണ്ടാകും. പലതരം പിന്നെ ബാരിയേഴ്സാണ് ഒന്ന് കാണിക്കുന്നത്. ഈ ബാരിയേഴ്സിനെ കുറിച്ച് രാവിലത്തെ
സെഷനിൽ പറഞ്ഞു. അതിനകത്ത് സോഷ്യലായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്, ലീഗലായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്, കൾച്ചറൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. ഈ ഒരു പിന്നെ ഹെൽത്ത് സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് സാമ്പത്തിക അവസ്ഥ മുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഅവൈലബിലിറ്റി മുതൽ സാമൂഹ്യമായിട്ടും കൾച്ചറലായിട്ടും നമ്മളെ മനസ്സിലും ചുറ്റുമുള്ള ആൾക്കാരുടെ മനസ്സിലും ഡോക്ടറുടെ മനസ്സിലൊക്കെയുള്ള ധാരണകൾ, ഇതൊക്കെ കാരണം അതും കുറേയൊക്കെ പറഞ്ഞതാണ്. പിന്നെ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, ഗ്യാപ്സ് ഇൻ എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനകത്ത്, അതിനകത്ത് എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിൽ, ഇന്നത് വേണമെന്ന് ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തിനോട് ഡോക്ടർമാരോടൊക്കെ പറയണമെങ്കിൽ ഈ ഒരു എവിഡൻസിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് വളരെ ക്രൂഷ്യലായിട്ട് മാറും. അപ്പോൾ കൂടുതൽ റിസർച്ചേഴ്സ് അത് ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടും പിന്നെ ഇത് രാവിലത്തെ ഡോക്ടർ പറഞ്ഞ മാതിരിയുള്ള അത്തരം സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഇതിനകത്ത് തന്നെ റിസർച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തിട്ടും ആ എവിഡൻസ് ഉണ്ടാക്കേണ്ടി വരും. ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് കുറച്ചും കൂടെ കൺവേർജൻസ് ആയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെക്ടറിലും ഉള്ളതാണ് ഈ ഒരു എവിഡൻസ് ഗ്യാപ്പ്. എന്താണ് ചെയ്യുന്നത്, അത് എങ്ങനെ ചെയ്യുന്നു, അതിന് എത്രത്തോളം ഫലമുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ആർക്കും ഒരു തെളിവില്ല. ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് മാത്രമല്ല ലീഗൽ സിസ്റ്റത്തിനകത്തും ഒക്കെ അതാണ്. ഇപ്പം ഞങ്ങളൊരു പഠനം നടത്തി പ്രൊബേഷനെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ വിചാരിക്കുന്നു കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഡാറ്റ എന്തായാലും ഗവൺമെൻറ് അടുത്ത് വളരെ നന്നായിട്ട് ഉണ്ടാവുമല്ലോ. ഒറ്റ ഡാറ്റ ഉണ്ടായിരുന്നില്ല ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തും. അവിടെ പോയി ഞങ്ങൾ ഡിഗ് ചെയ്തെടുക്കേണ്ടി വരുന്നു. അതേമാതിരിയാണ് നമ്മൾ ഈ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ശക്തമായിട്ടുള്ളൊരു റിസർച്ച് ബേസ് അതിനുണ്ടായി വരണം. പ്രത്യേകിച്ചും ഇതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവുമ്പോഴാണ് ഇതിനകത്തൊരു എവിഡൻസിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഹെൽത്ത് സിസ്റ്റത്തിനകത്തേക്ക് വരണമെങ്കിൽ തന്നെ സാമൂഹ്യമായിട്ട് അനുഭവിക്കുന്ന പിന്നെ ഈ എക്സ്ക്ലൂഷനെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഹെൽത്ത് സിസ്റ്റത്തിനകത്തേക്ക് ഒരാൾക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹ്യമായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള എക്സ്ക്ലൂഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും തൊഴിലിനകത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും പുറത്ത് കമ്മ്യൂണിറ്റീനകത്താണെങ്കിലും പിന്നെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിടത്തിലാണെങ്കിലും ഒക്കെ അത് ഹെൽത്തുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഇവിടേക്ക് എത്താൻ. മറ്റേത് HIV AIDS അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സിനെ സെൻറ്റേർഡ് ആയിട്ടായിരുന്നു ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്തതെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ആവശ്യത്തിലേക്ക് പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ മുമ്പ് രാവിലത്തെ സെഷനിൽ പലരും പറഞ്ഞ മാതിരി ഇതൊരു അംബ്രല്ല ടേമാണ്. ട്രാൻസ് പേഴ്സൺ എന്ന് പറയുന്നത്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേം ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള പലതരം വകഭേദങ്ങളുണ്ടാകും. അവർക്ക് ഓരോരുത്തർക്കും വ്യത്യാസമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും. ചിലപ്പം ചില ആവശ്യങ്ങൾ കോമൺ ആയിരിക്കും. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കും മറ്റു വിഭാഗങ്ങൾക്കും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. അതെന്താണ്, ഇത്തരത്തിൽ ഈ ഇൻ്റർസെക്ഷൻസ് എന്തൊക്കെയാണ്, ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചിട്ട് പിന്നെ ആരോഗ്യ ഡെലിവറി, ഹെൽത്ത് ഡെലിവറി എന്ന് പറയുന്നത്, ഹെൽത്ത് ആക്സസ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഒരൊറ്റ മോഡലായിരിക്കരുത് നമുക്ക് ഉണ്ടാവുന്നത്. അതിന് പലതരത്തിലുള്ള മോഡൽസ് ഉണ്ടായിരിക്കണം. ജനറൽ ഹെൽത്ത് സിസ്റ്റത്തിനകത്തേക്ക് തന്നെ പ്രവേശിക്കേണ്ടി വരും. ചില സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കുകൾ വേണ്ടി വരും. ചില സ്ഥലത്ത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് മോഡലിൽ തന്നെ പൊതു കമ്മ്യൂണിറ്റികളുടെ ഒരുമിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ചിലത് സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് ക്ലിനിക്കുകൾ വേണ്ടി വരും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സിംഗിൾ മോഡലിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കുറച്ചും കൂടെ ലോക്കലായിട്ടുള്ള, കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള പലതരത്തിലുള്ള മോഡലുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനെ മോഡലുകൾ ഉണ്ടാക്കുമ്പം തന്നെ ആ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ പ്രധാനമാവുകയും ചെയ്യും. കാരണം അവരുടെ കൂടെ ഇരുന്ന് മാത്രമേ എന്ത് തരത്തിലുള്ള മോഡലുകളാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം രാവിലെ ജയശ്രീ പറഞ്ഞു ഈ പിന്നെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പം ICD-11 ഒക്കെ ആയി വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള പല മുമ്പ് പിന്നെ ഡിസോർഡർ ആയിരുന്ന പിന്നെ സെക്ഷൽ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിനകത്തുനിന്ന് പിന്നെ ഹോമോസെക്ഷുവാലിറ്റീനെ ആണെങ്കിലും ഒക്കെ പിന്നെ ഇതിനെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ജെൻഡർ ഇൻകോൺഗ്രൻസ് ഓഫ് അഡോളസൻസ് ആൻഡ്
അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരു പുതിയ കാറ്റഗറി ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള ഡിസ്കഷനും ഡിബേറ്റും, ഇത് ശരിയാണോ തെറ്റാണോ, ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ഡിബേറ്റുകൾ വേറെ പലതുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്സ്റ്റ് ബുക്കുകൾ ഇതിനകത്ത് നിന്നൊക്കെ പിന്നെയും പെർഗോട്ടിക്ക് പോവുകയാണ്. പണ്ട് ഏതോ കാലത്തുണ്ടായിരുന്ന ഒരു സാധനം വീണ്ടും ഈ ക്ലാസിഫിക്കേഷൻസ് മാറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും പല രാജ്യങ്ങളിലെയും ഹെൽത്ത് പ്രൊഫഷണൽസും ഹെൽത്ത് പോളിസി മേക്കേഴ്സും ഒക്കെ റെഫർ ചെയ്യുന്നത് ഈ ക്ലാസിഫിക്കേഷൻസിനാണ്. ഇപ്പം ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയായിരിക്കും പോളിസി ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയണം. അപ്പം അതുകൊണ്ട് തന്നെ ആ ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പോളിസി മേക്കേഴ്സ് എന്നുള്ള നിലയിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള ഔട്ട്പുട്ടുകളെ മനസ്സിലാക്കുകയും അതെങ്ങനെയാണ് അതിനകത്തേക്ക് ഉപയോഗിക്കുകയും ചെയ്യാമെന്നറിയാം. ഇപ്പം ഈ അഡോളസൻസിൻ്റെ ഇടയിൽ ഇപ്പം പല ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെന്നിടയിൽ സ്കൂൾ സോഷ്യൽ വർക്കേഴ്സിനെ ധാരാളം ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് അഡോളസൻറ്റ് പ്രായത്തിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള അസോൾട്ടുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് സ്കൂൾ കൗൺസിലേഴ്സിന് വരും. അവരായിരിക്കും പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ പോക്സോ ആക്റ്റൊക്കെ വരുമ്പം പോലും കുറച്ചും കൂടെ അവധാനത ഈ ആക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അഡോൾസെൻ്റ് സെക്ഷുവാലിറ്റീനെ തന്നെ ക്രിമിനലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത്തരം ആക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പം പൊതുവേ അഡോൾസെൻ്റ് സെക്ഷുവാലിറ്റീനെ ക്രിമിനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യൂറോ ട്രാൻസ് പേഴ്സൺ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ അവർ അങ്ങനത്തെ ഒരു അസോൾട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ളൊരു പാർട്ട്ണർ ഒരു പ്രണയം ഉണ്ടാകുന്ന പോലും അത് വേറൊരാളോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസരവും ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൂടി ഇരിക്കുന്ന ഒരു വിഷയമാണ്. പോക്സോ ആക്ട് നമ്മൾ നടപ്പിലാക്കുമ്പം എങ്ങനെയാണ് അഡോൾസെൻ്റ് സെക്ഷുവാലിറ്റീനെ ക്രിമിനലൈസ് ചെയ്യാത്ത രീതിയിൽ അതെങ്ങനെയാണ് അത് നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനമാണ്. കാരണം അങ്ങനെയുള്ള ഒരു പിന്നെ അത്തരത്തിലുള്ളൊരു സ്പേസ്, അത്തരത്തിലുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഒരു അഡോൾസെൻ്റ് പീരീഡിൽ തന്നെ അത് തുറന്നു പറയാനും അതിന് ആ സമയം മുതലുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് നിന്നാണെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ ആക്റ്റുകളും കൂടെ അതിനകത്ത് വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങൾ മാറിയാൽ മാത്രമേ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സ്കൂളിൽ നിന്ന് പുറത്തായി വീട്ടിൽ നിന്ന് പുറത്തായി പിന്നീട് സെക്സ് വർക്ക് ചെയ്യുകയോ മറ്റ് പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് എത്രയോ കാലം കഴിയുമ്പോഴായിരിക്കും അവർ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനകത്തേക്ക് എത്തുന്നത്. അപ്പം ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം തുടങ്ങുന്നത് ഹോസ്പിറ്റലുകളിലോ ഇതിനകത്തോ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ നിയമത്തിനകത്ത് പോളിസിനകത്ത് നമ്മുടെ സാമൂഹ്യമായിട്ട് മനോഭാവങ്ങളിനകത്ത് വരുന്ന മാറ്റങ്ങളാണ് ഹെൽത്തിന് ഏറ്റവും അടിത്തറയായിട്ട് കിടക്കുന്ന ഒരു കാര്യം. അപ്പം അത് മുതൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു ഷിഫ്റ്റ്, അതായത് മെൻ്റൽ ഹെൽത്ത് കാറ്റഗറൈസേഷൻസിനകത്തേക്ക് ഷിഫ്റ്റ് വരുമ്പോൾ അതും കൂടെ നമ്മുടെ നിയമങ്ങളും ഹെൽത്ത് പോളിസികളും കണക്കിലെടുക്കണം എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടെ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അങ്ങനെ ഒരു ഇന്നിപ്പം ഹെൽത്ത് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു അവകാശമാണ് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ് പിന്നീട് വന്നിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്. ആരോഗ്യം ഒരു അവകാശമാണ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഇടം കിട്ടുകയാണ്. എൻ്റെ ആരോഗ്യം എന്താ വേറൊരാളുടെ ആരോഗ്യത്തിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല, ഇൻ്റർനാഷണലി അത് അംഗീകരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം എന്താ, ഗവൺമെൻറ്റിനെ കൊണ്ട് അത് അംഗീകരിക്കണം. മറ്റുള്ള എല്ലാവരുടെയും ആരോഗ്യം മാതിരി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ആരോഗ്യം. പിന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് പങ്കുവെക്കുമ്പം എല്ലാവർക്കും ഈക്വലി പങ്കുവെക്കണം എന്നല്ല പറയുന്നത്, ആർക്കാണോ ആവശ്യമുള്ളത് അത്തരത്തിൽ അത് പങ്കുവെക്കപ്പെടണം. ഹിസ്റ്റോറിക്കലി നടന്നിട്ടുള്ള ഇൻജസ്റ്റിസുകളെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണം റിസോഴ്സസ് പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ ഓഫ് കോഴ്സ് ട്രാൻസ് പേഴ്സൺസ് കമ്മ്യൂണിറ്റി എത്രയോ കാലമായിട്ട് അതിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ തോതിലെങ്കിലും ആരോഗ്യരംഗത്തെ പ്രവർത്തകരും ഇപ്പോൾ അതിനകത്തേക്ക് പിന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊതുസമൂഹവും നിങ്ങളുടെ മാതിരിയുള്ള ലോയേഴ്സും നിയമ പണ്ഡിതരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും കൂടെ അതിൻ്റെ കൂടെ വന്നാൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഹെൽത്ത് ഒരു റൈറ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് സ്ഥാപിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ മാതിരി
ഈ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല, അത് മുഴുവൻ സമൂഹത്തിനും കൂടെ ഗുണം കിട്ടുന്ന ഒരു കാര്യമായിട്ട് മാറും. അതിനകത്ത് ഡിഗ്നിറ്റിയും ഒക്കെ വളരെ പ്രധാനമായിട്ട് വരും. പിന്നെ എല്ലാവർക്കും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കുക എന്ന് പറയുമ്പം എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നൊരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതും കൂടിയാണ്. അതിന് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഈ WHO ഒരു ജെൻഡർ റെസ്പോൺസീവ് അസസ്മെൻറ്റ് ഫാക്ട് ഷീറ്റ് ഉണ്ട്, സ്കെയിലുണ്ട്, അവരുണ്ടാക്കിയിട്ടുള്ള സ്കെയിലാണ്. ആ സ്കെയില് അതിനകത്ത് മാൻ വുമൺ എന്നാണ് അതിനകത്ത് ആ ജെൻഡർ റെസ്പോൺസീവ് സ്കെയിലിനകത്ത് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം അവർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഫ്രെയിം വർക്കിൽ. ഞാൻ അതിനകത്ത് ട്രാൻസ്പേഴ്സൺസ് മാറ്റില്ല, ഞാൻ സ്കെയിൽ എങ്ങനെയാണ് കിടക്കണം അതേമാതിരി തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അത് അതേമാതിരി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ WHO ആണ് പിന്നീടെങ്കിൽ കുറച്ചെങ്കിലും UN ബോഡീസാണ് ഈ കാര്യത്തിനകത്ത് ഇൻ്റർനാഷണലി ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ. അവരുടെ അസസ്മെൻറ്റ് സ്കെയിലും ഇപ്പോഴും ആണും പെണ്ണുമായിട്ട് തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഈ അസസ്മെൻറ്റ് സ്കെയിലിനകത്ത് അവർ 5 ക്രൈറ്റീരിയ ആയിട്ട് എല്ലാ ഓരോ പ്രദേശത്തിനെയും നമ്മൾ അസസ് ചെയ്യും. ഇപ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് സിസ്റ്റത്തിന് നമ്മൾ അസസ് ചെയ്യുമ്പം 5 സ്റ്റെപ്പുകളായിട്ടാണ് കിടക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൻഡർ അൺഈക്വൽ ആയിട്ടുള്ള അങ്ങനെയാണോ നമ്മുടെ റെസ്പോൺസ് കിടക്കുന്നത്? അതായത് പിന്നെ ഈ നിലനിൽക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ ഇനീക്വാളിറ്റി പെർപ്പച്വേറ്റ് ചെയ്യുന്ന തരത്തിലാണോ ആരോഗ്യരംഗം വർക്ക് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ആരോഗ്യരംഗത്തിനെ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിനകത്തും അത് ജെൻഡർ അൺഈക്വൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം, ചില കാര്യങ്ങളിൽ അല്ലാതെയും കാണാം. ഒരേ മാതിരി ആയിരിക്കില്ല എല്ലാ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഈ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് പറഞ്ഞപ്പം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചിട്ട് നടത്തിയിട്ടുള്ള ഒരു റിസർച്ച് ഞാൻ വായിക്കേണ്ടായി. അപ്പോൾ ആ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലുള്ള റിസർച്ചിനകത്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ഒരു ഡോക്ടറായിട്ടുള്ള ഒരു റിസർച്ചർ നടത്തിയിട്ടുള്ള റിസർച്ചാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന പലതരം അണുക്കളെ ശരീരം എങ്ങനെ പ്രതിരോധിക്കുന്നു അതിൻ്റെ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ വിവരിക്കുമ്പം ഈ പിന്നെ ശ്വേതരക്താണുക്കളെ കുറിച്ചിട്ടും പിന്നെ റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നൊരു ഭാഗത്ത് വളരെ ജെൻഡേർഡായിട്ടാണ് ഈ ഉദാഹരണങ്ങൾ കൊടുക്കുന്നത്. അതായത് പിന്നെ ശരീരത്തിൽ കിടക്കുന്ന അണുക്കളെ പിന്നെ ക്ലീനപ്പ് ചെയ്യുന്ന ചില രക്താണുക്കളുണ്ട്. അതിന് ഷീ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഷീ ആണല്ലോ വീട്ടിൽ പിന്നെ ക്ലീൻ ചെയ്യുന്നത്. അതേസമയം ചില പിന്നെ ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റംസ് ഫൈറ്റ് ചെയ്യും, മറ്റവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. അതിന് ഹീ ആണ്. അപ്പം ശരീരത്തിന് മുഴുവൻ കാണുന്നത് ഒരു കോട്ട മാതിരിയാണ്, ഭയങ്കര കൃത്യമായിട്ട് ബൗണ്ടറീസൊക്കെ ഉള്ള, അതിനകത്തേക്ക് ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരെ നുഴഞ്ഞ് കയറ്റക്കാരായിട്ടും അപ്പം ഭയങ്കര രാഷ്ട്രത്തിൻ്റെയും ജെൻഡറിൻ്റെയും ഒക്കെ ഇമേജറി വെച്ചിട്ടാണ് ഇത് പിന്നെ അത് വർക്ക് ചെയ്യുന്നത് പല സ്ഥലത്തും. അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ജെൻഡർ അൺഈക്വലാണ് ചില കാര്യങ്ങളിൽ, പക്ഷെ ചില കാര്യങ്ങൾ ഇതേമാതിരി വേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ജെൻഡർ ബ്ലൈൻഡ് ആയിരിക്കും, ഇങ്ങനെയുള്ള ഒരു അസമത്വം ഇവിടെ ഉണ്ട് എന്ന് പോലും അറിയാത്ത രീതിയിൽ വേണമെങ്കിൽ ആരോഗ്യ രംഗത്തിന് ഇതാക്കാം. ഇതിപ്പം ഞങ്ങളടക്കം സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റുഡൻസിന് ഇതേമാതിരിയുള്ള ICDയും ഇതേമാതിരിയുള്ള മെഡിക്കൽ ടെക്സ്റ്റിനകത്തുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ലോവിനകത്തും ഇതേമാതിരി ജെൻഡർ ബ്ലൈൻഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. എങ്ങനെയാണ് പലതരം സ്റ്റീരിയോ ടൈപ്സ് വിമൻ ആയിട്ടുള്ള പിന്നെ ഒഫൻഡേഴ്സിനെ കുറിച്ചും മെയിൽ ഒഫൻഡേഴ്സിനെ കുറിച്ചിട്ടുമൊക്കെ നമ്മൾ പഠിക്കുന്ന ലെവലിൽ മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിനകത്ത് വരെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അതേസമയം ചില കാര്യങ്ങളിൽ ജെൻഡർ സെൻസിറ്റീവ് ആകും, അടുത്ത ലെവൽ അതും കൂടെ അത് മറികടന്ന് കഴിഞ്ഞാൽ ജെൻഡർ സെൻസിറ്റീവ് ആകും. അപ്പോഴും ജെൻഡർ ഇനീക്വാളിറ്റീനെ അഡ്രസ്സ് ചെയ്തോളണം എന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനത്തെ നോംസൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. കാരണം ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും പോലും ചിലപ്പോൾ അത് ജെൻഡർ അൺഈക്വലും നിലനിൽക്കുന്ന ജെൻഡർ നോംസിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ജെൻഡർ ട്രാൻസ്ഫോർമേറ്റീവ് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ. അപ്പം
അപ്പം ജെൻഡർ ട്രാൻസ്ഫോർമേറ്റീവ് ആകുന്ന തരത്തിൽ എങ്ങനെയാണ് ഹെൽത്ത് സിസ്റ്റത്തിനെയും ഹെൽത്ത് റെസ്പോൺസസിനെയും മെൻ്റൽ ഹെൽത്ത് റെസ്പോൺസസിനെയും സോഷ്യൽ വർക്ക് റെസ്പോൺസസിനെയും ഒക്കെ നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഹോസ്പിറ്റൽ മാത്രം ഒരു കേന്ദ്രമായിട്ടുള്ള ഒരു ഹെൽത്ത് ഡെലിവറീനെ കുറിച്ചിട്ടായിരിക്കരുത് നമ്മൾ ആലോചിക്കുന്നത്. കമ്മ്യൂണിറ്റി ലെവലിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട്. ആ അനന്യ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, വന്ന് പിറ്റേ ദിവസം തന്നെ പിന്നെ സർജറി കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാണ്. മൂന്നാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുണ്ടാവുന്ന ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ വീട്ടിലും അവർ അപ്പോൾ അതിന് കെയർ ചെയ്യാൻ ആരാളുള്ളത്? കെയർ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. കമ്മ്യൂണിറ്റിയാണ് സ്വയം ട്രെയിൻ ചെയ്ത് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് അവർക്ക് അറിയുന്ന തരത്തിൽ പുതിയ രീതിശാസ്ത്രങ്ങൾ ഡിവൈസ് ചെയ്തെടുത്ത് അതിനകത്തൊരു എക്സ്പേർട്സായിട്ട് മാറിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് കഴിഞ്ഞാലും ഇതിനു മുമ്പ് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പും ഇതിനൊന്നും പുറത്തേക്ക് പോകുമ്പോഴും ഉള്ളൊരു വലിയൊരു നെറ്റ്വർക്ക്, ഒരു സ്പെക്ട്രം ഓഫ് സർവീസസ്, സ്പെക്ട്രം ഓഫ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. അത് ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ളൊരു സ്പെക്ട്രം നമുക്ക് ട്രാൻസ് പേഴ്സൺസിനെ സംബന്ധിച്ചും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ അധികം പറയുന്നില്ല. താങ്ക് യു. Thank you, Dr. Reshma, for that in-depth discussion on mental health of trans people. There are a couple of points in her discussion that I want to clarify because that's a purely medical thing. The first thing is about medical textbooks. അതൊരു ഇവിടെ ഒരു പിന്നെയും ഉയർത്തിക്കൊണ്ടെന്നൊരു പോയിൻ്റാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വെൻ യു ആർ എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് 4.5 വർഷത്തെ ഇൻറ്റൻസ് വിദ്യാഭ്യാസമാണ്. ഓക്കെ, നിങ്ങളിൽ IIT IIM ഒക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും തല പൊളിക്കുന്നൊരു സാധനം വേറെ ഒരിടത്തും ഇല്ല. ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, ജെൻഡർ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി പല സബ്ജക്ട്സിലായിട്ടാണ് റേസ് ചെയ്യപ്പെടുന്നത്. ദ ഫസ്റ്റ് ഇസ് അനാറ്റമി, where you study about physical gender parts. എന്ന് പറഞ്ഞാൽ ഓവറീസ് എന്നാ, ടെസ്റ്റസ് എന്നാ, യൂട്രസ് എന്നാ, അതിൻ്റെ ബ്ലഡ് സപ്ലൈ എന്നാ, പീനിസ് എന്നാ, അതിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ മാത്രം. ഫിസിയോളജിയിലോട്ട് കയറുമ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബയോകെമിസ്ട്രിയിലോട്ട് പോകുമ്പം ഇതിൻ്റെ മെക്കാനിക്സ് എന്നാ. അവിടെ കൊണ്ട് തീർന്നു, പിന്നെ ഒന്നും ഇല്ല. നിങ്ങളുടെ എല്ലാം വിചാരം ഞങ്ങൾ ജെൻഡറിനെ പറ്റി വിശദമായി പഠിക്കുന്നെന്നും ഞങ്ങളോട് സെക്സ് എന്നാന്നും സെക്സ്വാലിറ്റി എന്താണെന്നും ഇതിൻ്റെ മെക്കാനിക്സ് എന്നാന്നും ഇതിൻ്റെ സൈക്യാട്രി മെൻ്റൽ ഹെൽത്ത് ഒക്കെ പഠിപ്പിക്കുന്ന. ഉത്തരം ഇസ് നോ, ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അടുത്തതായി ഇത് ഫേസ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ഇൻ ഫോറൻസിക് ലോ. ഫോറൻസിക്സ് വി ഹാവ് ഗോട്ട് സംതിങ് ഫോർ ലീഗൽ പ്രൊസീജിയർ ആൻഡ് CRPC ആൻഡ് IPC. അതിനകത്ത് ഫോർണിക്കേഷൻ, ട്രാൻസ്വെസ്റ്റൈറ്റിസം, ലെസ്ബിയനിസം എന്നും പറഞ്ഞിട്ട് കുറേ ലിസ്റ്റുകളുണ്ടായിരുന്നു. അതിനകത്ത് ഇതൊക്കെ പറയും, ഓരോ സെൻറ്റൻസ്. ഓൾ പനിഷബിൾ അണ്ടർ സെക്ഷൻ ബ്ലാ 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 ബ്ലാ. തീർന്നു. Psychiatry posting is for 2 weeks in the entire medical course. Please understand, before you jump the gun and shoot the doctors, understand they are not being taught this. Please understand, they are not being taught this. Psychiatry posting is for 2 weeks, where they see people with actual organic psychiatric diseases like depression, schizophrenia, OCD, suicidal intent, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് അതുണ്ട്. അതിനിടയ്ക്ക് ഈ ഭാഗം വരുന്നതേ ഇല്ല. എന്തുകൊണ്ടാണ്? അവരവിടെ കിടക്കുന്നില്ല. ദേ ആർ നോട്ട് IP പേഷ്യൻസ്. സൈക്യാട്രി തിയറിക്കകത്ത് ഞങ്ങൾ സൈക്യാട്രി ബുക്കല്ല പഠിക്കുന്നത്, മനസ്സിലാക്കുക. വി ഹാവ് വൺ ടെക്സ്റ്റ് ബുക്ക് വിച്ച് ഹാഫ് മൈ സ്റ്റുഡൻസ് ഡോണ്ട് റീഡ് ബിക്കോസ് ഇറ്റ്സ് എ ഫോറിൻ ബുക്ക്. ദേ ഓൾ ഗോ റീഡ് ദി MBBS. ഡോക്ടർക്ക് ഇതിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നില്ല ഇൻ ജെൻഡർ ആൻഡ് സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി. ഡോണ്ട് എക്സ്പെക്ട് ദം ടു നോ ബിക്കോസ് ദേ ആർ നോട്ട് ടോട്ട്. സ്വന്തമായി താല്പര്യമുണ്ട്, പോയി പഠിക്കുകയാണെങ്കിൽ കിട്ടും. ഇതിനെപ്പറ്റി ഗാഢമായി പഠിക്കുന്നത് പിന്നെ സൈക്യാട്രി PG ചെയ്യുന്ന ആ ഒറ്റ ചെറുക്കന് മാത്രമാണ്. വേറെ ഒരു PGക്കും ഈ ഭാഗമില്ല. സർജൻ എന്തിനാണ് സൈക്യാട്രി പഠിക്കുന്നത്? സർജൻ പ്രൊസീജിയറിനെ പഠിക്കും. എന്തിനാ? ബിക്കോസ് ഹി നീഡ്സ് ടു ഡു.
ഇതിനെപ്പറ്റി എന്തെങ്കിലും പഠിക്കുന്നത് ഞങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് വരുന്നത് ഞങ്ങൾ ഫിസിഷ്യൻസാണേ. ഏത് സാമഗ്രി വന്നാലും ഞങ്ങൾ നോക്കിക്കോണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം സൈക്കിയാട്രി ട്രെയിനിങ്, 1 month. The reason I know about this is because I am interested. I go right because I want to give me. I want to give better care to my patients. Not everybody thinks like that because the box is not theirs. Specialization has got that problem. Only if the box is yours will you learn. That is, so don't shoot all the doctors because they are as ignorant as the guy who tupifying outside. പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സാധാരണ ലേബറിൻ്റെ നോളജ് മിക്കപ്പോഴും ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി ഉള്ളൂ. കാരണം അവരെ പഠിപ്പിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ അഡോളസൻസിന് ഇതിനെപ്പറ്റി വിവരം വരാൻ കാരണം അത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡ് ആയിട്ടാണ്, അല്ലാതെ അവരുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിപ്പിക്കുന്നതുകൊണ്ടല്ല. ഇതില്ല. അപ്പോൾ ആദ്യം മെഡിക്കൽ എഡ്യൂക്കേഷൻ മാറ്റം കൊണ്ടുണ്ടെങ്കിൽ ഫോറൻസിക്കിനകത്തെ ഭാഗം മാറ്റണം, സൈക്യാട്രി അല്ലെങ്കിൽ മെഡിസിനകത്ത് ഇത് കുറച്ചുകൂടെ കയറണം. It's one thing. The second thing is about trans health. Ma'am said that. See, trans health has got 3 distinct phases. The first phase is when they come out and they're trying to find their feet. ആ സമയത്ത് അവർക്ക് എക്സ്റ്റേണൽ മെഡിക്കൽ ഇൻപുട്സ് ഒന്നും ചെല്ലുന്നില്ല. ഓക്കെ, അവർക്ക് ഏറ്റവും കൂടുതൽ അപ്പം വേണ്ടത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ആൻഡ് മെൻ്റൽ ഹെൽത്താണ്. അത് കഴിഞ്ഞ് ദേ ഗോ ഇൻ ടു ദ മിഡിൽ ഫേസ് ഓഫ് ട്രൈയിങ് ടു ട്രാൻസിഷൻ, trying to be gender affirming. ആ സമയത്ത് they have medical and surgical inputs which include hormone replacement therapy and surgery. Also pre-surgery, during surgery, post-surgery, there's another phase. ആ സമയത്ത് intense medical surgical supportum, of course very strong mental health. See, should not forget, when a person is transitioning from one gender to another, they are receiving hormones. When a male brain receives female hormones, fireworks. People go through a lot of depression, lot of mood adjustment. It's not a joke because the hormonal structure of a male brain is different from the hormonal structure of a female brain. Men have one sex hormone, that is testosterone. It works at a particular level most of the time. So they are the same person all the time. You are the way your brain reacts to stimuli, and the testosterone stimuli is one all the time. അതിൻ്റെ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യായിരിക്കും. അപ്പോൾ സ്വഭാവം വ്യത്യാസം അപ്പ് ആൻഡ് ഡൗൺ. In women, there are 3 distinct phases in your cycle. In one, you have low levels of both. In the second one, you've got levels of progesterone, and the third level, you've got levels of estrogen. You are 3 people in the same month, biologically. This, I think, should be taught to all men and women because men don't understand this. 2 ആഴ്ച മുമ്പ് നിൻ്റെ സ്വഭാവം അതല്ലായിരുന്നല്ലോ. അല്ല, കാരണം ആ സമയം എൻ്റെ തലക്കകത്ത് പോയി ഈസ്ട്രജൻ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ തലക്കകത്ത് പ്രൊജസ്ട്രോണാ, എൻ്റെ സ്വഭാവം വേറെയാ. This also influences your sexual behavior because when you have estrogen, you will behave one way, and when you have progesterone, you will behave one way. That's why on some nights you don't want to, and on some nights you desperately want to. So when this hormonal change goes to a male brain, that brain cannot handle it. So that person requires a lot of mental support. The same way when you withdraw your estrogen from a female brain and give testosterone there, you require a lot of support. Pinna post surgery, ma'am പറഞ്ഞോലെ, you need lots of care. ഇത് ചെറുതെ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് സാധനം എടുത്ത് കളഞ്ഞോലല്ല. You are redoing a lot of things. It's major surgery. It is not cosmetic surgery എന്നുള്ള വാക്ക് തെറ്റാ. അത് കാണാൻ അകത്ത് ഇഷ്ടം പോലെ കുഴിച്ചു മറിച്ച് വെച്ചിട്ടാണ് ഇത് അടച്ചു വെച്ച് ഭംഗിയാക്കി വെക്കുന്നത്. അകത്ത് മേജർ സർജറിയാണ് നടക്കുന്നത്. മേജർ പ്രൊസീജിയേഴ്സ്. You cannot discharge a person on the day 2 and say go home and take care of yourself. Absolutely not. Patient requires intense follow-up at least for 1 bloody month. It needs to be done. അതൊരു വേറൊരു ബോക്സ്. ഇതെല്ലാം കഴിഞ്ഞ് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഈ നമ്മൾ ഓക്കെ സൈക്യാട്രിക്കലി ഒരു ഭാഗം, ഫിസിക്കലി ബയോളജിക്കലി വെൻ യു ഹാവ് ഡൺ ദിസ്, the body physiology will change.
ഇപ്പം ബോഡി ഫിസിയോളജി മാറുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. ഏജിങ് വ്യത്യാസമാവും, ഡിസീസ് വരുന്ന വ്യത്യാസമാവും, ആ ഡിസീസിനോട് എങ്ങനെ പ്രതികരിക്കുന്നുള്ള വ്യത്യാസമാവും. യു ആർ അറ്റ് ഹയർ റിസ്ക് ഫോർ സം ക്യാൻസേഴ്സ്, ലോ റിസ്ക് ഫോർ അതർ ക്യാൻസേഴ്സ്. You need to handle that. So this thing is actually in 4 different phases. So you can't have one stop gap, one goes for all parivadi. No, you need specialized people to deal with it. You can have community doctors who are sensitive to this, but you need a specialized team sitting somewhere which will handle this specifically. അത് വേണം. HIV പോലെയാണ്. HIV സാധാരണ സംഭവമൊക്കെ പെരിഫറൽ ഡോക്ടറും പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ കൺസൾട്ടൻറ്റുമാണ്. ഞങ്ങൾ കൺസൾട്ടൻസ് ആണ്. അപ്പം we get referrals because there are problems. So we need that backup team, a very specialized panel which will sit there and handle major problems, while you have the front bench to handle all the smaller things. It has to be at least 2 or 3 steps. But ഈ phases എല്ലാം വ്യത്യാസമാണ്. Pre-transition stage അല്ല post-transition stage. The requirements and the patients will be different in these 3. മൂന്ന് സംഭവങ്ങളാണ്. അത്രയും ഒരു വ്യത്യാസമുണ്ട് ഈ സ്പെക്ട്രത്തിനകത്ത്. ഓക്കെ.